ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഏവൻഗേലിയോൻ വേദഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി അനേക ഞായറാഴ്ചകളിൽ വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്നുണ്ട്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും, വിശുദ്ധ ലൂക്കോസ് സ്ലീഹയുടെ സുവിശേഷത്തിൽ നിന്നും, വിശുദ്ധ മർക്കോസ് സ്ലീഹയുടെ സുവിശേഷത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും അതിനടുത്ത സ്ത്രീകളെയും കുട്ടികളെയും പരിപോഷിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുതമാണ് ഇന്നത്തെ ഏവൻഗേലിയോൻ വേദഭാഗം. ഈ ഏവൻഗേലിയോൻ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തു ചെയ്ത വലിയൊരു അത്ഭുതത്തെ സുവിശേഷകർ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രധാനമായും വിശുദ്ധ മത്തായി സ്ലീഹയുടെ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകൻ്റെ ശിരച്ഛേദനത്തിന് ശേഷം യേശുക്രിസ്തു വളരെ വിഷമത്തോടും അസ്വസ്ഥനായിട്ട് നിൽക്കുന്ന സമയത്താണ്, വിജനപ്രദേശത്ത് പടകിൽ നിന്ന് വിജനപ്രദേശത്തേക്ക് കടന്നു പോകുന്ന സമയത്താണ് രോഗികളെ കണ്ടുമുട്ടുന്നത്. യേശുവെന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരോട് കരുണ തോന്നി അവരുടെ രോഗികളെ സുഖപ്പെടുത്തി എന്ന് പറയുകയാണ്. ഇവിടെ നാം കാണുന്ന ആദ്യത്തെ ചിന്ത, കരുണയുടെ ഒരു മുൻഗണന നമുക്കിവിടെ കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ഹൃദയത്തിൽ ആദ്യമുണ്ടായത് ജനങ്ങളോടുള്ള മനസ്സലിവായിരുന്നു. അതാണ് അവൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓരോ ക്രിസ്ത്യാനിയുടെ ശുശ്രൂഷയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കരുണയായിരിക്കണം. കരുണയായിരിക്കണം ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ക്രിസ്ത്യാനിയുടെയും. ഞാൻ സ്നേഹത്തോടെയാണോ ഇത് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യുമ്പോൾ സ്നേഹത്തോടെയാണോ കരുണയോടെയാണോ ചെയ്യുന്നതെന്ന് നാം ആദ്യം ചിന്തിക്കണം. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം കരുണയാണ്. കരുണയില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലുമെല്ലാം കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവത്തിൻ്റെ കരുണ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കരുണയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മളുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. രണ്ടാമത്തെ ചിന്ത പുരുഷാരത്തെ കാണുക, ബഹളത്തെ അല്ല. യേശു ആയിരക്കണക്കിന് ആളുകളെ ഒരു ബാധ്യതയായിട്ടല്ല, മറിച്ച് സ്നേഹിക്കപ്പെടേണ്ട ആത്മാക്കളായിട്ടാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആളുകളെ അവരുടെ പ്രശ്നങ്ങളുടെ പിന്നിൽ കാണാൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ തെറ്റുകളും ബലഹീനതകളും കണ്ട് ക്ഷമ നഷ്ടപ്പെടാതെ അവരുടെ ഉള്ളിലെ ദൈവികത്വം കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ കണ്ണുകൾ സ്നേഹത്തിൻ്റെ കണ്ണുകളായി മാറുമ്പോഴാണ് പുരുഷാരം ഒരു ഭാരമല്ല, അനുഗ്രഹമായി തീരും. യേശു കണ്ടതുപോലെ ലോകത്തെ കാണാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. യേശു കണ്ടതുപോലെ ഒരിക്കലൊരു നേഴ്സിൻ്റെ, വളരെ തിരക്ക് പിടിച്ചൊരു നേഴ്സിൻ്റെ മുറിയിൽ അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിന് ശേഷം, യുദ്ധമുഖത്തുള്ള നേഴ്സാണ്, കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിന് ശേഷം അവർ അല്പം മയങ്ങുന്ന സമയത്ത് അവരുടെ കോളിംഗ് ബെല്ലിൽ വന്ന ആളുകൾ വിളിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ അവൾ ആ കോളിംഗ് ബെല്ലിൽ ഒരു വാചകം എഴുതി വെച്ചു, അതിൻ്റെ വള്ളിയിൽ യേശു വിളിക്കുന്നുണ്ട് എന്ന്. മനുഷ്യരെ സഹായിക്കുമ്പോൾ, കരുതുമ്പോൾ, മനുഷ്യരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ക്രിസ്തുവിനാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ മുഖത്തോടുകൂടി ചെയ്യാൻ സാധിക്കണം. ഇന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തോട് കൂടെ ചെയ്യുവാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കരുത്. ക്രിസ്തുവിൻ്റെ മുഖത്തോടു കൂടി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ക്ഷീണത്തിനപ്പുറം പ്രവർത്തിക്കണം. യേശുക്രിസ്തു വളരെ ക്ഷീണിതനായിട്ട് പടകിൽ നിന്ന് ഒരു വിജനപ്രദേശത്തേക്ക് മാറിപ്പോവുകയാണ്. അവിടെ പുരുഷന്മാർ യേശുവിൻ്റെ പുറകെ ചെല്ലുകയാണ്. കരവഴിയായിട്ട്, നഗരങ്ങളിൽ നിന്ന് കരവഴിയായിട്ട് പിന്നീട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ യേശു ഈ വിജനപ്രദേശത്ത് വന്നിട്ടും ആളുകൾ അവിടെ വരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വസ്ഥതയും സമാധാനവും തേടി പോയതാണ്. കാരണം മുൻപിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യോഹന്നാൻ സ്നാപകൻ്റെ നിർജീവ ശരീരമെടുത്ത് ശിഷ്യന്മാർ സംസ്കരിച്ചു. അത് യേശുവിനറിയാം. യേശു ആ സംഭവത്തിന് ശേഷം നിർജ്ജന പ്രദേശത്തേക്ക്, വിജനമായ പ്രദേശത്തേക്ക് യേശു മാറിപ്പോവുകയാണ്. പക്ഷെ അവിടെയും അവർ വരികയാണ്. ആ വിജന സ്ഥലത്തും അവരവിടെ വരികയാണ്.
പ്രിയമുള്ളവരെ, നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ ക്ഷീണിതനാണ്, വിഷമമുള്ളവനാണ്. പക്ഷേ ആ സമയത്തും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ നിലകൊള്ളുന്നതാണ് കാണുവാൻ സാധിക്കും. ക്ഷീണത്തിനപ്പുറം പ്രവർത്തിക്കുക, അതാണ് മൂന്നാമത്തെ ചിന്ത. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഈ വിശ്രമം പോലും കരുണയ്ക്ക് വഴിമാറിയാണ്. നമ്മുടെ ക്ഷീണം നമ്മുടെ ദൗത്യത്തെ തടസ്സപ്പെടുത്താൻ അനുവദിക്കരുത്. കാരണം നമ്മൾ ദുർബലരാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും നമ്മുടെ ദുർബലതയെ മാറ്റിത്തരുവാനായിട്ട്. ഇന്ന് പലപ്പോഴും പലതരത്തിലുള്ള പാപത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അലസതയിൽ നിന്നാണ്. പക്ഷേ യേശു ക്രിസ്തു ഇവിടെ കാണിച്ചു തരികയാണ്, ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും അലസമായിട്ട് ഇരിക്കില്ല, ക്ഷീണമില്ല. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷീണം നമ്മുടെ ദൗത്യത്തെ തടസ്സപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത്. കാരണം നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത്, യേശു ക്രിസ്തു എല്ലാവരെയും കാണുകയാണ്. യേശു കാണാത്തവരെ പോലും, നേരിട്ട് മുഖത്ത് കാണാത്തവരെ പോലും യേശു കാണുകയാണ്. പുരുഷാരത്തിൽ ഓരോ വ്യക്തിയെ യേശു കാണുകയാണ്. അവിടുത്തെ ദൃഷ്ടിയിൽ ആരും അപ്രധാനമല്ല. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് അവഗണിക്കുന്ന അനേകരുണ്ട്. എല്ലാവരെയും ദർശിക്കുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് ഉപകാരം ചെയ്തവരെയും നമ്മളെ സ്നേഹിച്ചവരെയും നമുക്ക് കരുതുന്നവരെയുമാണ്. എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല. ലോകം മറന്നു കളഞ്ഞവർക്ക് യേശുവിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടെന്ന് കാണിച്ചു തരികയാണ്. അവഗണിക്കപ്പെട്ടവരിലേക്ക് യേശു കടന്നു വരികയാണ്. യഥാർത്ഥമായ ക്രിസ്തീയ ദൗത്യം എന്ന് പറയുന്നത് ഇതാണ്. അവഗണിക്കപ്പെട്ടവർ, സാമ്പത്തികമായി മാനസികമായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അനേകരുണ്ട്. അവരിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് ഏറ്റവും ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചിന്ത എന്ന് പറയുന്നത് ടച്ച് ദ അൺടച്ചബിൾ, തൊട്ടുകൂടാത്തവരെ തൊടുക. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ അതിലെല്ലാത്തരം രോഗികളും ഉണ്ടായിരുന്നു. ഈ രോഗികളെയൊക്കെയും സ്വീകരിക്കാൻ സമൂഹം തയ്യാറായിരുന്നില്ല. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു കുഷ്ഠരോഗിയെ അവരെ സമൂഹം തള്ളിക്കളഞ്ഞതാണ്. സമൂഹം തള്ളിക്കളഞ്ഞവരെ യേശു സ്നേഹിക്കാനായിട്ട് കടന്നു വരികയാണ്. രോഗികളെ സ്പർശിക്കാൻ അവിടുന്ന് ഭയപ്പെട്ടില്ല. നമ്മൾ എല്ലാവരോടും കരുണ പ്രവർത്തിക്കുവാനായിട്ടുള്ള സന്ദേശമാണിത്. ആർക്കും വേണ്ടാത്തവരെ യേശു അണച്ചു പിടിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയായിരിക്കാം നീ. മക്കൾക്കോ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ ജോലി സ്ഥലത്തോ ആർക്കും വേണ്ടാത്തവരായിരിക്കാം. നെഞ്ചു പൊട്ടുന്ന വേദനകളായിരിക്കാം. പക്ഷേ യേശു നിന്നെ സൗഖ്യമാക്കും. യേശു പുരുഷാരത്തിനിടയിൽ നിന്ന് ഓരോ രോഗികളെ സൗഖ്യമാക്കിയതുപോലെ ഈ കോടിക്കണക്കിന് ലോകത്തിലെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. ആറാമത്തെ ചിന്ത, യേശു ക്രിസ്തു അവിടെ ആയിരിക്കുമ്പോൾ ക്രിസ്തുവും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ആ വിജന പ്രദേശത്ത് യേശുവും ശിഷ്യന്മാരും അടങ്ങുന്ന ആ ഗ്രൂപ്പ്, ആ കൂട്ടം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് സഭയോട് നമുക്ക് സാദൃശ്യപ്പെടുത്താം. യേശു നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് സഭയുടെ ആദ്യത്തെ പ്രതികരണം. യേശുവിൻ്റെ സഭ ആദ്യം കരുണയുടെ ഇടമായിരിക്കണം. നമ്മുടെ സഭ ദുഃഖിതർക്ക് അഭയസ്ഥാനമാണ്. സഭയുടെ വാതിൽ എല്ലായ്പ്പോഴും തുറന്നിട്ടിരിക്കണം. കരുണയാണ് സഭയുടെ മുഖമുദ്ര. ലോകം സഭയെ വിധിക്കുന്ന അതിൻ്റെ കെട്ടിടത്തേക്കാൾ അതിൻ്റെ കരുണയെ ആധാരമാക്കിയാണ്. നമ്മുടെ സഭ കരുണയുടെ വിളക്കുമാടങ്ങളായി മാറണം. നമ്മുടെ പള്ളികളൊക്കെയും രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ഇടമായിരിക്കണം. ഏത് തരത്തിലുള്ള രോഗികൾ? ശാരീരികവും മാനസികവുമായ രോഗികൾക്ക് സൗഖ്യത്തിൻ്റെ ഇടമായിരിക്കണം. മനസ്സ് തകർന്നവനെ സഹായിക്കുവാൻ, വിശക്കുന്നവന് ആഹാരം കൊടുക്കുവാൻ ദേവാലയങ്ങൾ മുന്നോട്ട് വരുമ്പോൾ, കരുണയുടെ ഇടങ്ങളായി മാറുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവ ദൗത്യം സംജാതമാവുകയുള്ളൂ. ഏഴാമത്തെ ചിന്ത പറയുകയാണ് സന്ധ്യാസമയത്തെ വിശ്വാസം. ഫെയ്ത്ത് ഇൻ ദ ഈവനിങ് അവർ. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, സ്ഥലം വിജനമാണ്, സമയം വൈകിയിരിക്കുന്നു, ജനങ്ങൾ ഗ്രാമങ്ങളിൽ ചെന്ന് ഭക്ഷണം വാങ്ങിക്കേണ്ടതിന് പറഞ്ഞയക്കണമേ എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ശിഷ്യന്മാർ വൈകിയ സമയം, സന്ധ്യാസമയം കാണുകയാണ്. യേശു എന്നാൽ തൻ്റെ സമയത്തെ കാണുകയാണ്. ക്രിസ്ത്യാനികൾ സാഹചര്യത്തിൻ്റെ ഇരുട്ടിനേക്കാൾ ദൈവത്തിൻ്റെ ശക്തിയെ വിശ്വസിക്കണം. അതാണ് ഈ ചിന്ത. സാഹചര്യത്തിൻ്റെ ഇരുട്ടുകളുണ്ട്, പക്ഷേ അവിടെ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. സന്ധ്യയായാലും ദൈവത്തിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്.
ചിലത് സന്ധ്യയായി, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു, സാഹചര്യങ്ങൾ എങ്ങനെയായി, എൻ്റെ ജീവിതം എങ്ങനെയായി, ഇനി ദൈവത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അല്ല, സന്ധ്യയിലും വൈകിയ സമയത്തും ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, 8ാമത്തെ ചിന്ത എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ മാത്രം നമ്മൾ കാണരുത്. ഡു നോട്ട് സീ ഓൺലി ദ പ്രോബ്ലം. ശിഷ്യന്മാർ ജനക്കൂട്ടത്തെയും ഭക്ഷണക്കുറവിനെയും മാത്രം കാണുകയാണ്. പലപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങളുടെ വലിപ്പം നോക്കി നിരാശപ്പെടുകയാണ്. എന്നാൽ ദൈവം നമ്മുടെ പരിമിതികളെ അതിജീവിക്കുന്നവനാണ്. പ്രശ്നത്തെക്കാൾ വലിയവനാണ് കർത്താവെന്ന സത്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഓരോ പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അന്വേഷിക്കണം. നമ്മൾ പ്രശ്നങ്ങളെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പരിമിതികളെ അണച്ചു പിടിക്കുന്ന ദൈവത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. സന്ധ്യയായി, വിജനപ്രദേശം, ഭക്ഷണമില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അലട്ടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ നമ്മുടെ പരിമിതികളെ, പ്രതിസന്ധികളെല്ലാം അണച്ചു പിടിക്കുന്ന ദൈവത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. 9ാമത്തെ ചിന്ത, അവസരത്തിൻ്റെ സന്ധ്യ. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ ആ പ്രശ്നം കാണുകയാണ്. എന്നാൽ യേശു അത് അവസരമായി കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇരുണ്ട സമയങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കുള്ള വേദികളായി മാറാം. സമയം കഴിഞ്ഞെന്ന് തോന്നുമ്പോൾ ദൈവത്തിന് കാലമില്ല എന്ന് ഓർക്കുക. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, സന്ധ്യയായെന്ന് വിചാരിച്ച് നാം വിഷമിക്കേണ്ട ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സന്ധ്യയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനാണ്. അവനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ചില സമയങ്ങൾ സന്ധ്യ പോലെ ഇരുണ്ടതും പ്രത്യാശ കുറഞ്ഞതുമായിരിക്കും. അത്തരം ഘട്ടങ്ങളിൽ മനുഷ്യബുദ്ധി പ്രശ്നം മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ദൈവം പരിഹാരം കണ്ടെത്തുകയാണ്. ശിഷ്യന്മാർ വൈകിയ സമയം കണ്ടു, എന്നാൽ യേശുക്രിസ്തു അവൻ്റെ സമയത്തെ കാണുകയാണ്. ക്രിസ്ത്യാനികളുടെ സാഹചര്യത്തിൻ്റെ ഇരുട്ടിനേക്കാൾ ദൈവത്തിൻ്റെ ശക്തിയിൽ അവൻ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. സന്ധ്യയായാലും ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. 10ാമത്തെ ചിന്ത, വിജനപ്രദേശത്തും ദൈവമുണ്ട്. വിജനപ്രദേശം എന്നത് സഹായമില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ആരും സഹായമില്ലാത്തൊരവസ്ഥ വിജനപ്രദേശം. നിൻ്റെ ജീവിതം വിജനപ്രദേശത്തിൻ്റെ അവസ്ഥ പോലെയാണ്. ആരുടെയും സഹായമില്ലാതെ ഒറ്റപ്പെട്ട് ഏകാന്തമായി ഹൃദയത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും വിതുമ്പലുകളും ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണോ? പലപ്പോഴും അത്തരമുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, മനുഷ്യ സഹായമില്ലാതാകുമ്പോൾ, വിജനപ്രദേശത്ത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. ഏകാന്തതയിൽ ദൈവത്തെ നഷ്ടപ്പെട്ടു എന്ന് കരുതരുത്. ഏതു വിജനപ്രദേശത്തും അവന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. നിൻ്റെ ജീവിതം ഒരു വിജനപ്രദേശം പോലെയാണോ? നിൻ്റെ ജീവിതം തകർന്ന ഒരവസ്ഥയാണോ? പ്രതിസന്ധികളാണോ? ഭാരപ്പെടേണ്ട. ദൈവത്തിന് അപ്പം വർദ്ധിപ്പിക്കുവാൻ നിൻ്റെ ജീവിതത്തിൽ സാധിക്കും. 11ാമത്തെ ചിന്ത, കരുതലില്ലാത്ത പരിഹാരങ്ങൾ ഒഴിവാക്കുക. ജനങ്ങളെ പറഞ്ഞയക്കുക എന്നത് ശിഷ്യന്മാരുടെ എളുപ്പ വഴി ഒരു പരിഹാരമായിരുന്നു. എന്നാൽ യേശു ജനങ്ങളുടെ ആവശ്യത്തെ ആഴത്തിൽ കാണുകയാണ്. ക്രിസ്ത്യാനികൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ അവഗണിക്കരുത്. സ്നേഹം എപ്പോഴും കൂടുതൽ നല്ല പരിഹാരം തേടുകയാണ്. പലപ്പോഴും നമ്മളിങ്ങനെയാണ്. നമ്മുടെ ചെറിയ കണ്ണുകൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കാണാൻ കഴിയില്ല. ആത്മവിശ്വാസം ദൈവത്തിലായിരിക്കണം, നമ്മുടെ കഴിവുകളിലല്ല. 12ാമത്തെ ചിന്ത, ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന ഹൃദയം. ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഹൃദയം അവർക്കുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയമുണ്ടോ? ആത്മീയമായ വിശപ്പും ഭൗതികമായ വിശപ്പും ഒരുപോലെ ശ്രദ്ധിക്കാൻ ഒരു പള്ളിക്ക് സാധിക്കുന്നുണ്ടോ? സഭയ്ക്ക് സാധിക്കുന്നുണ്ടോ? സഭാംഗങ്ങളായി നമ്മൾ ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? കരുണയുള്ള കണ്ണുകൾ ദൈവത്തിൻ്റെ പ്രിയമാണ്. ഓരോ വിശ്വാസിയും, ഓരോ സഭകളും, ഓരോ പള്ളികളും ജനത്തിൻ്റെ വേദന കാണാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രൈസ്തവ ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. 13ാമത്തെ ചിന്ത, സാഹചര്യങ്ങൾ വിശ്വാസത്തെ പരീക്ഷിക്കും.
വിജനപ്രദേശത്തും വൈകിയ സമയവും ശിഷ്യന്മാരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണ സാഹചര്യങ്ങൾ വരും. അപ്പോൾ ഭയമല്ല, വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഓരോ പ്രതിസന്ധിയിലും വിശ്വാസ വളർച്ചയുടെ അവസരമാണ് ദൈവം പരീക്ഷണങ്ങളിലൂടെ നമ്മെ ശക്തരാക്കുന്നത്. ആയതുകൊണ്ട് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളുടെ മധ്യത്തിൽ വിശ്വാസത്തോടെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഭയത്തിന് പകരം പ്രത്യാശ. 14-ാമത്തെ ചിന്ത. ശിഷ്യന്മാർക്ക് ഭയമായിരുന്നു. കാരണം ഇവർക്ക് എവിടുന്ന് ഭക്ഷണം കൊടുക്കും? പ്രിയമുള്ളവരെ, ഭക്ഷണക്കുറവ് ശിഷ്യന്മാരിൽ ഭയം സൃഷ്ടിച്ചു. എന്നാൽ പ്രത്യാശയുള്ളവർ ദൈവത്തിൻ്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നു. ഭയം കാഴ്ചയെ ചുരുക്കും, വിശ്വാസം കാഴ്ചയെ വികസിപ്പിക്കും. കഷ്ടതകളിൽ പ്രത്യാശ കൈവിടരുത്. ദൈവത്തോടൊപ്പം എപ്പോഴും ഒരു വഴിയുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41:10 പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഇന്ന് മനുഷ്യരാശി മുഴുവൻ ഭയത്തിൻ്റെ നടുവിലാണ്. ദൈവം ശിക്ഷിക്കും, ദൈവം കോപിക്കും. അല്ല, യേശുക്രിസ്തു നിൻ്റെ ജീവിതത്തിൻ്റെ വിജനപ്രദേശങ്ങളിൽ നീ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൈവം അവിടെ അപ്പം വർദ്ധിപ്പിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, വിശ്വാസത്തോടെ നിൽക്കുക. 15-ാമത്തെ ചിന്ത, മറ്റുള്ളവരുടെ നന്മ ചിന്തിക്കുക. ശിഷ്യന്മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കായിരുന്നു. അവർ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ തിരിച്ച് എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോട്ടെ, അവരെങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ശിഷ്യന്മാർ അങ്ങനെ ആയിരുന്നില്ല. അവർ മറ്റുള്ളവരുടെ നന്മയെ പ്രതി യേശുവിനോട് അവരുടെ വിഷമങ്ങളെ പറയുകയാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി സ്വന്തം മാത്രം നോക്കി നടക്കുന്നവരാണെങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ല. മറിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകണം. മറ്റുള്ളവരുടെ നന്മയെ കർത്താവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും കൂടി നാം യത്നിക്കണം. ഞാൻ എന്ന ഭാവം വിട്ടിട്ട്, അസൂയ വിട്ടിട്ട്, മറ്റുള്ളവർ നന്നാകുമ്പോൾ അസൂയ വിട്ടിട്ട് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രതിസന്ധി അത്ഭുതത്തിൻ്റെ വാതിൽ. 16-ാമത്തെ ചിന്ത. ഒരു ക്രൈസിസ് ഇസ് ദ ഡോർ ടു എ മിറക്കിൾ. ജനക്കൂട്ടത്തിൻ്റെ വിശപ്പാണ് അത്ഭുതത്തിന് വഴിയൊരുക്കിയത്. പ്രതിസന്ധികൾ പലപ്പോഴും ദൈവിക ഇടപെടലിൻ്റെ തുടക്കമാണ്. പ്രശ്നങ്ങൾ എന്നാൽ പ്രത്യാശ നഷ്ടപ്പെടരുത്. ദൈവം അവയെ അനുഗ്രഹത്തിൻ്റെ വാതിലാക്കി മാറ്റാൻ സാധിക്കും. വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവർ അത്ഭുതം കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. നിന്നെ നോക്കി മനുഷ്യർ ശപിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ നോക്കി മനുഷ്യർ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ദൈവം നിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. ആദ്യപടിയാണ് മനുഷ്യരുടെ പരിഹാസവും പ്രതിസന്ധികളും. ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. 17-ാമത്തെ ചിന്ത, സമയത്തിൻ്റെ പ്രശ്നം. ദ പ്രോബ്ലം ഓഫ് ടൈമിങ്. സമയം കഴിഞ്ഞു എന്ന് ശിഷ്യന്മാർ പറയുകയാണ്. എന്നാൽ ദൈവത്തിന് സമയം ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമയം കഴിഞ്ഞുവെന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ ക്ലോക്ക് വ്യത്യസ്തമാണെന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ സമയം എപ്പോഴും പൂർണ്ണമാണ്. അവിടുന്ന് ഒരിക്കലും വൈകുന്നില്ല. വിശ്വാസത്തോടെ കാത്തിരിക്കുക. കാരണം അവിടുത്തെ സമയം അതിമനോഹരമാണ്. സമയത്തിൻ്റെ യജമാനൻ നമ്മളോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ സമയം കഴിഞ്ഞു പോയി, ഇനി നടക്കില്ല, ഇനി സംഭവിക്കുകയില്ല. അരുത്, ദൈവത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഇതാ 18-ാമത്തെ ചിന്ത, പറഞ്ഞയക്കലും ഒരുമിച്ച് കൂട്ടലും. ശിഷ്യന്മാർ ജനങ്ങളെ പറഞ്ഞയക്കാൻ ആഗ്രഹിച്ചു. യേശു അവരെ ഒരുമിച്ച് കൂട്ടി പരിപോഷിപ്പിക്കാൻ ആഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ ആളുകളെ അകറ്റുന്നതിന് പകരം അവരെ അടുപ്പിക്കാൻ ശ്രമിക്കണം. സഭ അല്ലെങ്കിൽ ഒരു പള്ളി ചിതറിക്കലിൻ്റെ ഒരു സ്ഥലമല്ല, ഒരുമിച്ച് കൂട്ടലിൻ്റെ സ്ഥലമാണ്. യേശു ആളുകളെ പറഞ്ഞയച്ചില്ല, മറിച്ച് അവരെ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. നമ്മളും ആളുകളെ അടുപ്പിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരികെ വന്ന് നിൻ്റെ തിരുമുമ്പാകെ സമ്മേളിക്കണമേ. നമ്മുടെ ഇടവകയിൽ, നമ്മളുടെ കൂട്ടായ്മയിൽ, നമ്മുടെ പ്രദേശത്ത് ആരെങ്കിലും നമ്മിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, പള്ളിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, സഭയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് കൂട്ടേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. യേശു ശിഷ്യന്മാർ പറഞ്ഞയക്കാൻ പറഞ്ഞപ്പോൾ യേശു അവരെ ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്തത്. 19-ാമത്തെ ചിന്ത, യേശുക്രിസ്തു പറയുകയാണ്, അവരോട് പോകേണ്ട ആവശ്യമില്ല, അവർക്ക് നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് പറയുകയാണ്.
പോകേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു ഡിപ്പാർട്ട്. യേശു ജനങ്ങളെ വിട്ടയക്കാൻ സമ്മതിച്ചില്ല. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കഴിയുന്നവർക്ക് യഥാർത്ഥ അനുഗ്രഹം ലഭിക്കുന്നു. പലപ്പോഴും പരീക്ഷണങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ നകലാൻ നാം പ്രേരിതരാകുമ്പോൾ യേശു നമ്മളെ വിളിക്കുകയാണ്, നീ പോകരുത് ദൈവപൈതലേ, നീ പോകരുത്, വിട്ടു പോകരുത്. ക്രിസ്ത്യാനിയുടെ സുരക്ഷ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. ഒരിക്കലും ക്രിസ്തുവിനെ വിട്ടു പോകരുത് എന്ന് പറയുകയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിനെ വിട്ട് ഒരിക്കലും പോകരുത്. ജനക്കൂട്ടത്തെ വിട്ടയക്കുന്ന എളുപ്പമായിരുന്നു. എന്നാൽ യേശു അവരുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്തു. ദൈവം ഒരിക്കലും തൻ്റെ ജനങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയില്ല. മനുഷ്യർ കൈവിട്ടാലും കർത്താവ് കൈവിടുകയില്ല. അവൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുകയാണ്. ഇതാ 20ാമത്തെ ചിന്ത, ഉത്തരവാദിത്വത്തിലേക്കുള്ള വിളിയ, കോൾ ടു റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്ന് പറയുകയാണ്. ഇവിടെ ശിഷ്യന്മാരുടെ പ്രവർത്തനത്തിലേക്ക് വിളിക്കുകയാണ്. പലപ്പോഴും ദൈവം നമ്മളുടെ കൈകളിലൂടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള പണവും ആരോഗ്യവും സമ്പത്തും എല്ലാം നമുക്ക് നൽകിയിട്ടും നമ്മൾ അവർക്ക് പലർക്കും ഭക്ഷിപ്പാൻ കൊടുക്കുന്നില്ല. എങ്ങനെയുള്ള ഭക്ഷണം? ഭൗതികവും ആത്മീയവുമായ ഭക്ഷണം. വിശ്വാസം കേൾക്കുന്നതിൽ മാത്രം നാം ഒതുങ്ങരുത്, പ്രവർത്തനങ്ങളിലും പ്രകടമാകണം. സഭ ലോകത്തിന് അനുഗ്രഹമാകേണ്ടത് അങ്ങനെയാണ്. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരെ ദൈവം ഉപയോഗിക്കുകയാണ്. ആയിരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് ശിഷ്യന്മാർക്ക് അസാധ്യമായിരുന്നു. എന്നാൽ ദൈവം അസാധ്യമായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ വിളിക്കുകയാണ്. അതിലൂടെ നമ്മുടെ ശക്തിയല്ല, അവൻ്റെ ശക്തിയാണ് വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് പിന്നിൽ ദൈവത്തിൻ്റെ സഹായമുണ്ടാകും. വിശ്വാസത്തോടെ അത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. 21ാമത്തെ ചിന്ത, ദൈവം നിന്നെ ഉപയോഗിക്കും. ഗോഡ് വിൽ യൂസ് യു. യേശുവിന് വേണമെങ്കിൽ സ്വന്തം ആയിട്ട് അത്ഭുതം ചെയ്യായിരുന്നു. പക്ഷെ അവൻ ശിഷ്യന്മാരെ അതിൽ ഉൾപ്പെടുത്തുകയാണ്. ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളെയും പങ്കാളികളാക്കുകയാണ്. നമ്മൾ ഒരിക്കലും ചെറുതെന്ന് കരുതരുത്. അവൻ്റെ കൈകളിൽ നാം അനുഗ്രഹമായി മാറാം. ദൈവം തൻ്റെ ശിഷ്യന്മാരെ ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചിന്തയോട് ചേർന്നിരുന്ന് പറയട്ടെ, നമ്മുടെ ദേവാലയത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ കുടുംബത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം ഞാൻ എൻ്റെ എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യാനായിട്ട് ഇടവരരുത്. ശിഷ്യന്മാരെ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എടുക്കുന്നവരായി മാറരുത്. യേശു അവിടെ ആരെയാണ് ഉപയോഗിക്കുന്നത്? ശിഷ്യന്മാരോടാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറയുകയാണ്. നമ്മൾ എങ്ങനെയായിരിക്കണം? ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. 22ാമത്തെ ചിന്ത, ചെറിയവനെന്ന് കരുത്. നെവർ തിങ്ക് യു ആർ ടു സ്മോൾ. ഞാനൊരു ചെറിയ വ്യക്തിയാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് യോഗ്യതയില്ല, ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നി. എന്നാൽ യേശു അവരെ തിരഞ്ഞെടുത്തു. നമ്മുടെ കഴിവുകളല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രധാനപ്പെട്ടത്. അവൻ സാധാരണക്കാരെ അസാധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ സ്വയം ചെറുതായി വിലയിടരുത്. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം. 23ാമത്തെ ചിന്ത, ഒന്നുമില്ല എന്ന ചിന്ത ഉപേക്ഷിക്കുക. ശിഷ്യന്മാർ പറയുകയാണ്, 5 അപ്പവും 2 മീനുമല്ലാതെ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അവരാ 5 അപ്പത്തിനും 2 മീനിനെയും വളരെ ചെറുതായിട്ട് കാണുകയാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയുകയാണ്. പലപ്പോഴും നാം ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കൈവശമുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ പദ്ധതി വലിയ പ്രാധാന്യമുള്ളതായി മാറാൻ സാധിക്കും. കുറവുകളെ മാത്രമില്ലാതെ ദൈവം നൽകിയിരിക്കുന്നതിന് തിരിച്ചറിയുക. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അത് അത്ഭുതത്തിൻ്റെ തുടക്കമായിരിക്കും. നന്ദിയുള്ള ഹൃദയം അത്ഭുതങ്ങളുടെ തുടക്കമാണ്. ചെറിയ വിഭവങ്ങളെ നിസ്സാരമാക്കരുത്. 24ാമത്തെ ചിന്ത, 5 അപ്പവും 2 മീനും ആയിരങ്ങൾക്ക് മുമ്പിൽ വളരെ ചെറുതായിരുന്നു. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ അതൊന്നും ചെറുതല്ല. നിൻ്റെ കഴിവുകളും സമയവും സമ്പത്തും ചെറുതായി തോന്നേക്കാം, എങ്കിലും അവയെ കർത്താവിന് സമർപ്പിക്കുമ്പോൾ അവൻ അതിനെ വർദ്ധിപ്പിക്കും. ചെറിയതയെ അവഗണിക്കരുത്. അത് വലിയതാക്കി മാറ്റുവാൻ കർത്താവിന് സാധിക്കും. ദൈവം പലപ്പോഴും നമുക്കില്ലാത്തതല്ല, ഉള്ളതാണ് ചോദിക്കുന്നത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തമായ അനുഗ്രഹങ്ങൾ കാണുക. ദൈവം നിനക്ക് നൽകിയതിൽ വിശ്വസ്തനായിരിക്കുക. അവൻ അതിനെ അനുഗ്രഹിക്കും. പരാതിക്ക് പകരം സ്തോത്രം തിരഞ്ഞെടുക്കുക. സ്തോത്രം വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. 25ാമത്തെ ചിന്ത, സത്യസന്ധതയും വിശ്വാസവും. ശിഷ്യന്മാർ അവരുടെ അവസ്ഥ മറച്ചു വെച്ചില്ല. അവർ സത്യം പറഞ്ഞു. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അവർ പറയുകയുണ്ടായി,
ഒരിക്കലും നുണ പറഞ്ഞില്ല. അവരുടെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ടെന്ന് അവർ സത്യസന്ധമായിട്ട് പറയുകയാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവത്തിൽ നിന്ന് മറയ്ക്കേണ്ടതില്ല. സത്യസന്ധതയും വിശ്വാസവും ഒരുമിച്ച് നടക്കണം. ദൈവത്തോട് തുറന്ന് സംസാരിക്കുക, സത്യസന്ധമായി നിൽക്കുക. സത്യസന്ധത ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ്. സത്യസന്ധത നഷ്ടപ്പെട്ട സമൂഹങ്ങളിൽ നാം നിൽക്കുമ്പോൾ യഥാർത്ഥ ക്രൈസ്തവൻ സത്യസന്ധതയുടെ മകുടമായി മാറണം. 26ാമത്തെ ചിന്ത, ശിഷ്യന്മാരുടെ കണക്കെടുപ്പ്. ദ ഡിസൈപ്പിൾസ് ഇൻവെൻട്രി. ശിഷ്യന്മാർ തങ്ങളുടെ പക്കലുള്ളതിൻ്റെ കണക്കെടുക്കുകയാണ്. ആ 5000 പുരുഷന്മാരും അതിനടുത്ത സ്ത്രീകളും കുട്ടികളും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ശിഷ്യന്മാർ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് 5 അപ്പവും 2 മീനും കൊണ്ടുവരികയാണ്. അവരെത്രയധികം കഷ്ടപ്പെട്ട് കാണും അവരുടെ ആ ജനത്തിൻ്റെ ഇടയിൽ കണക്കെടുപ്പ് നടത്താൻ. നമ്മുടെ ജീവിതത്തിലും നമുക്കുള്ളതിൽ നിന്ന് ഒരു കണക്കെടുപ്പുണ്ട്. ആ കണക്കെടുപ്പ് നടത്തണം. ഇല്ലാത്തതിനെക്കുറിച്ച് ലഭിക്കുന്നതിന് പകരം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കണം. ശിഷ്യന്മാർ ഉള്ളത് കണ്ടെത്തി, അത് യേശുവിന് നൽകി. നമ്മുടെ വിഭവങ്ങളുടെ കണക്ക് എടുത്ത് അവ യേശുവിനെ സമർപ്പിക്കുവാൻ സാധിക്കണം. 27ാമത്തെ ചിന്ത, ആ ബാലൻ്റെ ഭക്ഷണം. യോഹന്നാൻ്റെ സുവിശേഷം 6-9 വാക്യത്തിൽ കാണുവാൻ സാധിക്കും. ആ കുട്ടിയുടെ വിഭവമാണ് ആയിരങ്ങളെ പോഷിപ്പിക്കാനുണ്ടായത്. അവിടെ 5 അപ്പമുണ്ട്. നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിക്ക് കഴിക്കാൻ 5 അപ്പത്തിൻ്റെ ആവശ്യമില്ല. കാരണം ആ നാട്ടിലെ ഒരപ്പം എന്ന് പറയുന്നത് വലിയ അപ്പമാണ്. അതൊരു നേരത്തേക്ക് ഒരു കുട്ടിക്കൊരു അപ്പം മാത്രം മതി, വലിയ അപ്പം. പക്ഷെ ഇവിടെ 5 അപ്പം അവൻ്റെ അമ്മ കൊടുത്തു വിടുകയാണ്. ആ അമ്മയുടെ മനസ്സും നമ്മൾ കാണണം. അതാ യേശുവിനെ കാണാൻ പോകുമ്പോൾ കൂടെയുള്ളവർക്കും കൂടെ പങ്കുവെക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്ന ഭക്ഷണം കൊടുത്തുവിടുന്ന ഒരു കുടുംബത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളൊരു കുടുംബജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ ചെറിയ സംഭാവനകൾ ദൈവത്തിന് വലിയ ഉപയോഗത്തിലുള്ളതാകാം. ആരുടെയും സംഭാവന അപ്രധാനമല്ല. മറ്റുള്ളവരെയും കരുതുവാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ആ ബാലൻ്റെ അമ്മ അല്ലെങ്കിൽ ആ ബാലൻ്റെ വീട്ടുകാർ മറ്റുള്ളവരെ കരുതാൻ വേണ്ടി അവൻ്റെ ആവശ്യത്തിലധികം മറ്റുള്ളവർക്കും വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ആ പാവം ബാലൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുകയാണ്. നമ്മളും അങ്ങനെയായിരിക്കണം. യേശു ഏറ്റവും ചെറിയ വിഭവത്തെ പോലും ഉപയോഗിക്കുകയാണ്. നമ്മളത് കൊണ്ടുവരിക, അവിടുന്ന് ബാക്കിയുള്ളത് ചെയ്യും. 28ാമത്തെ ചിന്ത, സമർപ്പണം. യേശു ക്രിസ്തു സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവർ, യേശുവിന് വേണമെന്നുണ്ടെങ്കിൽ ഈ 5 അപ്പവും 2 മീനും ഇല്ലാതെയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കായിരുന്നു. ആ വിജന പ്രദേശത്ത് നിന്ന് ഭക്ഷണം കൊടുക്കാമായിരുന്നു. പക്ഷേ യേശു എന്തുകൊണ്ടാണ് അവരുടെ ആ ചെറിയ അപ്പങ്ങളെയും മീനിനെ സ്വീകരിച്ചത്? യേശു ക്രിസ്തു ആരുടെയും ഏത് കുറവുള്ള വ്യക്തിയെയും അവരുടെ വിഭവങ്ങളെയും സ്വീകരിക്കുന്നു. അവിടുത്തെ കൈകൾ സുരക്ഷിതമാണ്. അവിടുന്ന് അവയെ നിരസിക്കുകയില്ല, അവയെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമർപ്പിക്കുവാനായിട്ട്, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് തയ്യാറാകണം. അപ്പോൾ അവനത് സ്വീകരിക്കുന്നതായിരിക്കും. 29ാമത്തെ ചിന്ത, ദ മാസ്റ്റേഴ്സ് ഇൻവിറ്റേഷൻ. യജമാനൻ്റെ ക്ഷണം. നിങ്ങളുടെ കൈകളിൽ എന്തുണ്ട്? 5 അപ്പവും കുറച്ച് മീനുകളും മാത്രം, 2 മീനും മാത്രം കൊണ്ടുവരിക എൻ്റെ അടുക്കൽ. പ്രിയമുള്ളവരെ, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ കയ്യിൽ പ്രതിസന്ധികളും ദുഃഖങ്ങളും കണ്ണുനീരുകളും രോഗം പിടിച്ച അവസ്ഥകളും പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥകളും. യേശു പറയുകയാണ്, കൊണ്ടുവരിക, അവ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. നിൻ്റെ പ്രതിസന്ധികളെ, നിൻ്റെ ദുഃഖങ്ങളെ, നിൻ്റെ കണ്ണുനീരുകളെല്ലാം എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. ഞാനതിനെടുത്ത് വാഴ്ത്തട്ടെ, അനേകർക്ക് വിളമ്പട്ടെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ഒരിക്കലും ഈ ക്ഷണം നമ്മൾ നിരസിക്കരുത്. കൊണ്ടുവരിക, അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, കൊടുക്കുക. അവനത് സ്വീകരിക്കും. അവനിൽ വിശ്രമം കണ്ടെത്തുക, അവനിൽ ആശ്വാസം കണ്ടെത്തുക. അതാണ് നമ്മുടെ ദൗത്യം. 30ാമത്തെ ചിന്ത, സമർപ്പണത്തിൻ്റെ സ്ഥലം. ദ പ്ലേസ് ഓഫ് സറണ്ടർ. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നത് സമർപ്പണമാണ്. പ്രിയമുള്ളവരെ, നമുക്കുള്ളതെല്ലാം യേശുവിന് സമർപ്പിക്കണം. നമ്മുടെ വീട്, കുടുംബം, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ പ്രതിസന്ധികളെല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. മക്കളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ജോലി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ബിസിനസ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. നമ്മുടെ വരുമാന മേഖലകൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. സമർപ്പണമാണ് അത്ഭുതത്തിൻ്റെ തുടക്കം.
നമ്മുടെ ഭാരങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. നമ്മുടെ പ്രയാസങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. അവിടുന്ന് അവ ഏറ്റെടുക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സർവവും യേശുനാഥനായി ഞാൻ സമർപ്പണം ചെയ്യുന്നത് നമ്മൾ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. പക്ഷേ ജീവിതം പരിപൂർണമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് നാം ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാ 31-ാമത്തെ ചിന്ത, അനുസരണത്തിൻ്റെ പ്രവൃത്തി. ശിഷ്യന്മാർ അത് അനുസരിച്ചു. ആ 5 പൊൻ 2 മീനും കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അനുസരണത്തിലൂടെ മാത്രമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അനുസരണം ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. നമ്മുടെ അനുസരണം അത്ഭുതങ്ങൾക്ക് വഴിയൊരുക്കും. യേശുവിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ കൽപ്പന കേട്ട് അനുസരിക്കുക. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് വിജന പ്രദേശത്തും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, 32-ാമത്തെ ചിന്ത, കുറവിൽ നിന്ന് സമൃദ്ധിയിലേക്ക്. യേശുവിൻ്റെ കയ്യിൽ ആ അപ്പം എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ബാലൻ്റെ കയ്യിൽ, അവരുടെ കയ്യിൽ ആ അപ്പം കൊടുത്തുവിടുന്ന അവസ്ഥ. അപ്പം കൊടുത്തുവിട്ടതിന് ശേഷം അവിടെ ഇരിക്കുമ്പോൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ ആ അപ്പത്തിന് കേടുപാട് ഒരുപക്ഷെ ചീഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം, കേടായിട്ടുണ്ടായിരിക്കാം, ഉപയോഗശൂന്യമായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ അപ്പം കർത്താവെടുത്ത് ഉപയോഗിച്ച് അനേകർക്ക് വിളമ്പുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചീഞ്ഞു പോയൊരവസ്ഥയാണ് നിൻ്റെ ജീവിതം. നിൻ്റെ ജീവിതം മോശപ്പെട്ടൊരവസ്ഥയാണോ? കേടായിപ്പോയൊരവസ്ഥയാണോ? കേടായിപ്പോയ അപ്പത്തിൻ്റെ അവസ്ഥയാണോ? ഇതാ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുന്നുവെങ്കിൽ അത് അത്ഭുതങ്ങളുടെ കലവറയാക്കി മാറ്റും. അത്ഭുതങ്ങളുടെ ഉറവിടമാക്കി കർത്താവ് മാറ്റും. കൊണ്ടുവരിക ചീഞ്ഞഴിഞ്ഞ അവസ്ഥകളെ, കൊണ്ടുവരിക കുറവുകളെ. കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ. കർത്താവ് എടുത്ത് വാഴ്ത്തട്ടെ. നിൻ്റെ ജീവിതത്തെ വാഴ്ത്താൻ കർത്താവിന് വിട്ടുകൊടുക്കാം. 33-ാമത്തെ ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, സമർപ്പിക്കപ്പെടാത്തത് അനുഗ്രഹിക്കപ്പെടില്ല. ശിഷ്യന്മാരുടെ കയ്യിൽ ആ അപ്പം അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ആ കുട്ടി ആ അപ്പം തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയും. യേശുവിൻ്റെ കൈകളിലെത്തിയപ്പോഴാണ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. നമ്മുടെ ജീവിതവും കഴിവുകളും സമയവും എല്ലാം ദൈവത്തിന് സമർപ്പിക്കണം. സമർപ്പണമില്ലാതെ ആത്മീയ വളർച്ച ഉണ്ടാവുകയില്ല. സമർപ്പണമില്ലാതെ അത്ഭുതങ്ങൾ ഉണ്ടാവുകയില്ല. ദൈവത്തിന് ഏൽപ്പിക്കുന്നതെല്ലാം അവൻ അനുഗ്രഹിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് സമർപ്പിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. 34-ാമത്തെ ചിന്ത, ആദ്യം കർത്താവിന് കൊടുക്കുക. ശിഷ്യന്മാർ അപ്പം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ജനത്തിന് കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് കർത്താവിന് കൊടുത്തു. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. സമയം, സമ്പത്ത്, കഴിവ് എല്ലാം ആദ്യം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. ദൈവത്തിന് 1-ാം സ്ഥാനം ലഭിക്കുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജീവിതം ശരിയായ ക്രമത്തിലാകും. അവൻ ബാക്കിയുള്ളതിനെ അനുഗ്രഹിക്കും. ജീവിതം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ചെറിയ സമർപ്പണവും വലിയ അത്ഭുതം. 35-ാമത്തെ ചിന്ത, അവർ സമർപ്പിച്ചത് വളരെ ചെറുതായിരുന്നു. എന്നാൽ ദൈവം ആ ചെറിയ സമർപ്പണത്തിൽ നിന്നാണ് വലിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. വിശ്വാസത്തോടെ നൽകി ഓരോ ചെറിയ കാര്യവും ദൈവം മഹത്തായ ഫലങ്ങളിലേക്ക് നയിക്കും. നിൻ്റെ ചെറിയ സേവനം അവഗണിക്കരുത്. ദൈവം അത് ഉപയോഗിക്കും. നിൻ്റെ ഇല്ലായ്മകളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. വിധവയുടെ ചെല്ലിക്കാശ് പോലെ നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. 36-ാമത്തെ ചിന്ത, കർത്താവിൻ്റെ വിളിക്ക് പ്രതികരിക്കുക. കർത്താവിവിടെ പറയുകയാണ്, കർത്താവിവിടെ വിളിക്കുകയാണ്. യേശു അവരോട് ഇവിടേക്ക് എനിക്കായി കൊണ്ടുവരുമെന്ന് പറയുകയാണ്. എനിക്കായി കൊണ്ടുവരുവൻ. കർത്താവ് വിളിക്കുകയാണ്. കൊണ്ടുവരിക നിൻ്റെ മക്കളെ എനിക്കായിട്ട്, കൊണ്ടുവരിക നിൻ്റെ ജീവിതങ്ങളെ എനിക്കായിട്ട്. ഒരു ക്ഷണമാണ്. ദൈവം എന്നും അവൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. അവൻ്റെ വിളിയെ കേട്ടിട്ടും മടിച്ചു നിൽക്കരുത്. അനുസരണം അനുഗ്രഹത്തിലേക്കുള്ള വഴി തുറക്കുകയാണ്. വിളി സ്വീകരിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണും. ദൈവത്തിൻ്റെ വിളിയെ നഷ്ടപ്പെടുത്തി കളയരുത്, തിരസ്കരിക്കരുത്. 37-ാമത്തെ ചിന്ത, ദൈവം പ്രവർത്തിക്കുന്നതിന് മുമ്പ് തയ്യാറാക്കുകയാണ്. ഗോഡ് പ്രിപ്പയർസ് ബിഫോർ ഹി വർക്ക്സ്. യേശു ആദ്യം അപ്പം തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറയുകയാണ്. അതിനുശേഷമാണ് അത്ഭുതം നടന്നത്. ദൈവം പ്രവർത്തിക്കുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മളെ തയ്യാറാക്കുകയാണ്. തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടത്തെ അവഗണിക്കരുത്. അത് അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. തയ്യാറെടുക്കുന്നതിൻ്റെ കാലഘട്ടത്തെ നാം വിഷമിക്കേണ്ട ആവശ്യമില്ല. തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടത്തെ വിഷമിക്കരുത്. അത് അത്ഭുതം പ്രവർത്തിക്കും.
ദൈവം തയ്യാറെടുപ്പിൻ്റെ സമയമാണ്. നിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുന്നില്ല എങ്കിൽ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, നീ പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെ പോവുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം തയ്യാറെടുക്കുകയാണ് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ. അത് അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവമിതാ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. 38ാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷ. സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ആ അപ്പം കർത്താവിൻ്റെ കയ്യിൽ ചെന്നപ്പോൾ സുരക്ഷിതമാവുകയുണ്ടായി. ഒരുപക്ഷെ ആ അപ്പം കൊണ്ടുവരുന്ന സമയത്ത് ശിഷ്യന്മാർ അതവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, വേറെ ആരെങ്കിലും വിശപ്പ് കൊണ്ട് തിന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഇടവരില്ലായിരുന്നു. പക്ഷെ ആ അപ്പം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ അത് സുരക്ഷിതമായപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചത്. നമ്മുടെ ജീവിതവും അവൻ്റെ കൈകളിൽ ഏറ്റവും സുരക്ഷിതമാണ്. ലോകത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ കയ്യിൽ ഉറപ്പുള്ളതാണ്. അവനിൽ ആശ്രയിക്കുക, അവൻ നിന്നെ കൈവിടുകയില്ല. ലോകത്തിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത്. ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. കർത്താവിൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കുക നമ്മുടെ ജീവിതം. 39ാമത്തെ ചിന്ത, വിശ്വാസം അനുസരണത്തിൽ തെളിയും. ആ അപ്പം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ശിഷ്യന്മാർ കൊടുക്കുകയാണ്. അവരനുസരിക്കുകയാണ്. കൊണ്ടുവരാൻ പറയുമ്പോൾ വാക്കനുസരിക്കുകയാണ്, ചോദ്യം ചെയ്താണെന്നില്ല. യഥാർത്ഥ വിശ്വാസം അനുസരണത്തിലൂടെയാണ് പ്രകടമാക്കുന്നത്. ദൈവവചനം കേൾക്കുന്ന മാത്രം പോരാ, അത് അനുസരിക്കണം. അനുസരണം അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. അനുസരിക്കുവാൻ തയ്യാറാവുക, അപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. 40ാമത്തെ ചിന്ത, കർത്താവിൻ്റെ അടുക്കൽ വരാൻ മടിക്കരുത്. അവിടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അവർ വരികയാണ്, അത് കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് മടിക്കുകയാണ്. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ, നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് വരാൻ നമ്മൾ സാധിക്കുന്നില്ല. ഇവിടെ ആ അപ്പം ആർക്കെങ്കിലും പലർക്കായിട്ട് പങ്കിട്ട് കൊടുക്കാതെ, അവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ പുറത്തുപോയി ഭക്ഷണം എവിടെയെങ്കിലും പോയി മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കാതെ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവിൻ്റെ അടുക്കിലേക്ക് അവർ വരികയാണ്. അവൻ നമ്മെ തള്ളിക്കളയുകയില്ല. അവൻ സ്വീകരിക്കും. മാറ്റി നിർത്തുന്നവനല്ല. അവൻ നമ്മളെ അണച്ചു പിടിക്കും. ധൈര്യത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് വരിക. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. പ്രിയമുള്ളവരെ, 41ാമത്തെ ചിന്ത, കൊടുക്കുമ്പോൾ നഷ്ടമല്ല. ഗിവിങ് ഈസ് നോട്ട് ലോസിങ്. അപ്പം യേശുവിന് കൊടുത്തപ്പോൾ അത് നഷ്ടമായില്ല, മറിച്ച് വർദ്ധിക്കുകയുണ്ടായത്. ദൈവത്തിന് കൊടുക്കുന്ന ഒരിക്കലും നഷ്ടമല്ല. സമയം, സ്നേഹം, സേവനം, സമ്പത്ത് എന്തു കൊടുത്താലും അവൻ പ്രതിഫലം നൽകും. ഒന്നിനും അവൻ കടക്കാരനായിരിക്കുകയില്ല. ദൈവരാജ്യത്തിൻ്റെ കൊടുക്കൽ അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് കൊടുക്കുമ്പോൾ, ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അത് വർദ്ധിച്ചു വരും. നമ്മളിൽ നഷ്ടപ്പെട്ടു പോവുകയില്ല. നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, സൗഭാഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ, സമയം നൽകിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് കൊടുക്കാൻ നാം തയ്യാറാകണം. 42ാമത്തെ ചിന്ത, ദ ഓർഡർ ഓഫ് ദി കിങ്ഡം. രാജ്യത്തിൻ്റെ ക്രമം. യേശു പുരുഷാരത്തെ പുല്ലിന്മേലിരുത്തി ക്രമമുണ്ടാക്കി. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഒരു ക്രമമുണ്ട്. വെറുതെ അപ്പം കൊടുക്കുകയില്ലേ, അവരെ ക്രമമായിട്ട് ഇരുത്തുകയാണ് ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടാക്കണം. സഭയിലൊരു ക്രമം വേണം. പള്ളിയിലൊരു ക്രമം വേണം. ക്രമം അനുഗ്രഹത്തിന് വഴിയൊരുക്കുന്നു. ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. അതിനാൽ ക്രമത്തിൽ ജീവിക്കണം. അത് ഡിസിപ്ലിനായിട്ട് ജീവിക്കണം. യേശുക്രിസ്തു ഡിസിപ്ലിൻ കൊണ്ടുവരികയാണ്. അത് സഭയിലും ദേവാലയത്തിലും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടായിരിക്കണം. 43ാമത്തെ ചിന്ത, സ്വർഗത്തിലേക്ക് നോക്കി. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. 5 മീനും എടുത്ത് അവൻ സ്വർഗത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. വാഴ്ത്തി മുറിച്ച് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മളും സ്വർഗത്തിലേക്ക് നോക്കണം. നമ്മുടെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? ഭൂമിയിലേക്ക് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ കാണും, സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പരിഹാരം കാണും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നു. നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം. അവിടെയാണ് നമ്മുടെ സഹായം.
ദൈവസന്നിധിയിലേക്ക് നാം നമ്മുടെ സഹായങ്ങളെ അഭ്യർത്ഥിക്കുവാനായിട്ട് സ്വർഗത്തിലേക്ക് നോക്കണം. 44 ചിന്ത, സഹനത്തോടെ നിൽക്കുന്നവർ, ദോസ് ഹു സ്റ്റാൻഡ് പേഷ്യൻ്റ്ലി. ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷമയോടെ കർത്താവിന് വേണ്ടി വചനം കേൾക്കാൻ നിൽക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മൾ ക്ഷമയോടെ എത്ര സമയം നമുക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് വിശപ്പും ദാഹവും സഹിച്ച് രാവിലെ തൊട്ട് ഒരു പക്ഷേ ഇരിക്കുന്നുണ്ടവരായിരിക്കാം, അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് കർത്താവിനോടുള്ളവരായിരിക്കാം. ക്ഷമയോടെ സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എത്ര സമയം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അത് ആ ജനം ഇരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഭക്ഷിപ്പാനിക്കാതെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മനോഭാവം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ നമുക്ക് ഇരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതേ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും എത്ര സമയം കർത്താവിന് വേണ്ടി ചെലവിടുന്നുണ്ട്? വിശുദ്ധ കുർബാനയിൽ, പ്രാർത്ഥനയിൽ 24 മണിക്കൂർ ദിവസമുണ്ടെങ്കിൽ എത്ര സമയം കർത്താവിന് വേണ്ടി ചെലവിടുന്നുണ്ട്? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ്. 45 ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്ന ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ്, അപ്പത്തിൻ്റെ മുറിക്കൽ. യേശു അപ്പം നുറുക്കുകയാണ്. മുറിച്ചതിന് ശേഷമാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇതാ മുറിക്കപ്പെടുക എന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പങ്ങൾ കർത്താവിന് വേണ്ടി മുറിക്കപ്പെടുന്ന അപ്പമായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മുറിക്കപ്പെടുമ്പോഴാണ് വർധനമുണ്ടാകുന്നത്. യേശു തൻ്റെ ശരീരം പോലെ അപ്പം മുറിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് മുറിക്കപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ഭർത്താവിന് വേണ്ടി ഭാര്യ മുറിക്കപ്പെടുന്നുണ്ടോ? മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മുറിക്കപ്പെടുന്നുണ്ടോ? ഇടവകയ്ക്ക് വേണ്ടി വികാരിയച്ഛൻ മുറിക്കപ്പെടുന്നുണ്ടോ? ഭദ്രാസനത്തിന് വേണ്ടി മെത്രാപ്പോലിത്ത മുറിക്കപ്പെടുന്നുണ്ടോ? ഇതാ മുറിക്കപ്പെടുമ്പോൾ കർത്താവ് അപ്പം നുറുക്കുന്നതാണ്. ആ നുറുക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവ് നമ്മളെ മുറിക്കപ്പെടുവാൻ വിളിക്കുകയാണ് അവൻ്റെ രാജ്യത്തിലേക്ക്. 46 ചിന്ത, കാത്തിരിക്കാൻ പഠിക്കുക. ലേൺ ടു വെയിറ്റ്. ജനക്കൂട്ടം വിശന്നിരുന്നു, എങ്കിലും യേശു ആദ്യം അവരെ ഇരുത്തിയാണ്. ദൈവം ചിലപ്പോൾ ഉടൻ പ്രവർത്തിക്കാതെ കാത്തിരിക്കാൻ പഠിപ്പിക്കും. ചില സമയത്ത് പന്തിയിലിരുത്തും. യേശുവിന് വേണമെന്നുണ്ടെങ്കിൽ ആ അപ്പം പെട്ടെന്ന് എല്ലാവർക്കും എടുത്തു കൊടുക്കാം. ഓരോ 1 by 1 ആയിട്ട് ക്യൂ നിർത്തി. എന്നാൽ അവിടെ ഇരുത്തുകയാണ്. ഒരു കാത്തിരിപ്പുണ്ട്. ആ ഭക്ഷണം കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പ് വിശ്വാസത്തെ വളർത്തുകയാണ്. ക്ഷമയുള്ളവർ ദൈവത്തിൻ്റെ സമയത്തെ കാണും. ദൈവത്തിൻ്റെ വഴികൾ ഒരിക്കലും പരാജയമില്ല. അതുകൊണ്ട് കാത്തിരിക്കാൻ പഠിക്കുക. അത് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാത്തിരിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. 47 ചിന്ത, കുറവിലും സ്തോത്രം. പ്രൈസ് ഇൻ ദ ടൈംസ് ഓഫ് ലാക്ക്. യേശു ക്രിസ്തു ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിയതിന് ശേഷം വാഴ്ത്തി എന്നാണ് മത്തായി ശ്ലീഹ പറയുന്നത്. വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു എന്നാണ്. നമ്മളുടെ ജീവിതങ്ങളെ വാഴ്ത്തുവാനായിട്ട് ഇവിടെ വലിയൊരു പൗരോഹിത്യ ദൗത്യത്തെ കാണിച്ചു തരുന്നുണ്ട്. യേശു ക്രിസ്തുവിന് വേണമെന്നുണ്ടെങ്കിൽ അത് വാഴ്ത്താതെ കൊടുക്കാമായിരുന്നു. ഒരു പുരോഹിതൻ്റെ മുമ്പിൽ നിങ്ങൾ വാഴ്ത്തുവാൻ കൊണ്ടുവരുമ്പോൾ, വെഞ്ചരിക്കാൻ കൊണ്ടുവരുമ്പോൾ, ശുദ്ധീകരിക്കാൻ കൊണ്ടുവരുന്ന എൻ്റെ മുൻകുറിയാണ് യേശു ഇവിടെ കാണിച്ചു തരുന്നത്. ഇതാ വാഴ്ത്തി നുറുക്കി കൊടുക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ അതാണ് കാണുന്നത്. ഓരോ സമയത്തും അപ്പവീഞ്ഞുകളെ പുരോഹിതൻ വാഴ്ത്തപ്പെടുന്നു. ഓരോ കാര്യത്തിനും പുരോഹിതൻ കൈകളാൽ, ക്രിസ്തുവിൻ്റെ അഭിഷിക്തന്മാർ കൈകളാൽ വാഴ്ത്തുന്നു. ആ വാഴ്ത്തൽ, ആ കൗതാശികമായ ആ ദൗത്യം ക്രിസ്തു ഭരമേൽപ്പിച്ചതാണെന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. 48 ചിന്ത, ദൈവത്തിൻ്റെ കൈകളിലെ മാറ്റം. ട്രാൻസ്ഫോർമേഷൻ ഇൻ ഗോഡ്സ് ഹാൻഡ്സ്. പ്രിയമുള്ളവരെ, ആ 5 അപ്പം കർത്താവിൻ്റെ കയ്യിലെത്തിയപ്പോഴാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. യേശുവിൻ്റെ കയ്യിലെത്തുന്നതിന് മുമ്പ് അത് 5 ആയിരുന്നു. പക്ഷേ യേശുവിൻ്റെ കയ്യിലെത്തിയപ്പോൾ അത് 1000ങ്ങളായി. യേശുവിൻ്റെ കൈകളിൽ അപ്പം എത്തിയപ്പോൾ അതിൻ്റെ സ്വാധീനം മാറി. നമ്മുടെ ജീവിതം അവൻ്റെ കൈകളിലെത്തുമ്പോൾ അത് 5 എന്നുള്ളത് 5000, 10000, 15000, 50000 മാറും. അവൻ സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുകയാണ്. അവൻ്റെ സ്പർശനം വിധിയെ മാറ്റുകയാണ്.
അതുകൊണ്ട് കർത്താവിൻ്റെ കൈകളിലേക്ക് നാം എത്തപ്പെടണം. അവൻ്റെ കൈകളിൽ തുടരണം. അവൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാറ്റം സംഭവിക്കും. അത് അവൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. 49-ാമത്തെ ചിന്ത, സേവനത്തിൻ്റെ ഇടനിലക്കാരാവുക. ബി എ ചാനൽ ഓഫ് സർവീസ്. യേശു അപ്പം നേരിട്ട് ജനങ്ങൾക്ക് കൊടുത്തില്ല, ശിഷ്യന്മാർ വഴി വിതരണം ചെയ്യുകയാണ്. ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മളെ ഉപയോഗിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ പാതയാവുക. ദൈവത്തിൻ്റെ കൈകളിൽ ഉപയോഗപ്രദമായ ഉപകരണങ്ങളായി മാറണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. 50-ാമത്തെ ചിന്ത, ദൈവം ശൂന്യത നിറയ്ക്കുന്നു. ശൂന്യതയെ നിറയ്ക്കുകയാണ്. ഗോഡ് ഫിൽസ് ദ എംപ്റ്റിനെസ്. വിശന്ന ജനക്കൂട്ടം ശൂന്യതയുടെ പ്രതീകമായിരുന്നു. യേശു ആ ശൂന്യതയെ നിറയ്ക്കുകയാണ്. നമ്മുടെ ആത്മീയ വിശപ്പും ഭൗതിക വിശപ്പും കർത്താവ് നിറയ്ക്കും. ലോകം നൽകാത്ത സംതൃപ്തി അവനിലുണ്ട്. അവനെ അന്വേഷിക്കുന്നവർ തൃപ്തരാകും. പ്രിയമുള്ളവരെ, ഇന്ന് സംതൃപ്തമല്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. ഒന്നിനൊരു സംതൃപ്തിയില്ല, എല്ലാം ശൂന്യതയാണ്. ജീവിതം ശൂന്യമായി പോയൊരവസ്ഥ. ഇതാ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിൻ്റെ ശൂന്യതയുടെ പാത്രങ്ങളെല്ലാം നിറഞ്ഞ പാത്രങ്ങളാക്കി കർത്താവ് മാറ്റും. അവൻ്റെ സന്നിധിയിലേക്ക് പരിപൂർണമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 50-ാമത്തെ ചിന്ത, ദ കമ്മ്യൂണിറ്റി മീൽ, കൂട്ടായ്മയുടെ ഭക്ഷണം. ഇതൊരു വിശുദ്ധ കുർബാനയുടെ മുൻകുറിയായിരുന്നു എന്ന് ചില എഴുത്തുകാർ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊരു കൂട്ടായ്മയുടെ ഭക്ഷണമായിരുന്നു. എല്ലാവരും ഒരുമിച്ച്. ദൈവത്തിൻ്റെ രാജ്യം കൂട്ടായ്മയുടേതാണ്. ദേവാലയം കൂട്ടായ്മയുടേതാണ്. വിശുദ്ധ കുർബാന അനുഭവം കൂട്ടായ്മയുടെ അനുഭവമാണ്. നമ്മുടെ വിശ്വാസയാത്രയിൽ മറ്റുള്ളവരുമായി ഒരുമിച്ച് ചേർന്ന് ക്രിസ്ത്യാനി കൂട്ടായ്മയിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണം. ഒരുമിച്ചുള്ള ഭക്ഷണം ഐക്യത്തിൻ്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, ഒരുമിച്ച് നമുക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരുമിച്ച് ദേവാലയത്തിൽ ഒരു പന്തിയിലിരുന്ന് നമ്മളോട് പ്രയാസങ്ങളും നമ്മളെ എതിർക്കുന്നവരോടോ നമ്മളോട് വെറുപ്പ് വെച്ച് കൊടുക്കുന്നതോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കൂട്ടായ്മയുടെ ഭക്ഷണം. അവിടെ ഉണ്ടായിരുന്നവർ പലരും ഒരു പക്ഷേ പല ദിക്കുകളിൽ വന്നിരിക്കുന്നവർ, പല ഭാഷക്കാർ, പല സംസ്കാരത്തിലുള്ളവർ, പല കുറവുകളുള്ളവർ, അവരെല്ലാവരും ഒരുമിച്ച് ചേരുകയാണ്. കൂട്ടായ്മയുടെ ഭക്ഷണമാണ് അത്. വിശുദ്ധ കുർബാനയുടെ മുൻകുറിയാണെന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് 52-ാമത്തെ ചിന്ത പറയുകയാണ്, എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണം ലഭിച്ചു. ആർക്കും കുറവുണ്ടായില്ല. ദൈവത്തിൻ്റെ വിതരണം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അവിടെ നമ്മുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നു. നമുക്ക് തൃപ്തി നൽകാൻ ദൈവത്തിന് സാധിക്കും. അവിടുത്തെ സമൃദ്ധിയിൽ തൃപ്തരായിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, തൃപ്തി നൽകാൻ ദൈവത്തിന് സാധിക്കും. അവിടുത്തെ സമൃദ്ധിയിൽ തൃപ്തരായിരിക്കുക. കർത്താവാണ് നമ്മെ വഴി നടത്തുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ആയിരിക്കുവാൻ സാധിക്കണം. ദൈവം നൽകുന്നതെല്ലാം തൃപ്തിയായിരിക്കും. ദൈവം നൽകാത്തൊന്നും തൃപ്തിയായിരിക്കില്ല. അതുകൊണ്ട് ദൈവം നൽകുന്നത് മാത്രം സ്വീകരിക്കുക. 53-ാമത്തെ ചിന്ത, ശേഷിച്ചത് ഒരു സാക്ഷ്യമാണ്. ആ ശേഷിച്ച കഷ്ണങ്ങൾ അവിടെ ആ മരുഭൂമിയിൽ ആ വിജനപ്രദേശത്ത് ഇട്ടിട്ട് പോകുന്നില്ല. യേശു അത് പറയുകയാണത് ശേഖരിക്കുകയാണ്. അതവിടെ ശിഷ്യന്മാർ ശേഖരിക്കുകയാണ്. 12 കുട്ടകൾ നിറച്ചു എന്നാണ് പറയുന്നത്. ഇത് സമൃദ്ധിയുടെ ഒരു സാക്ഷ്യമായിരുന്നു. ശേഷിച്ച അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ നന്മയുടെ സാക്ഷ്യമാണ്. ശേഷിച്ച വസ്തുക്കൾ നഷ്ടപ്പെടുത്തി കളയരുത്. അനാവശ്യമായ ഭക്ഷണം നഷ്ടപ്പെടുത്തി കളയുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇല്ല, നീ ആ ബാക്കി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റാക്കി കളയരുത്. അത് ശേഷിച്ച കഷ്ണങ്ങൾ നിറച്ചെടുക്കുകയാണ്. മരുഭൂമിയിലിട്ടിട്ട് പോരുകയല്ല, വിജനപ്രദേശത്തിട്ടിട്ട് പോകുന്നില്ല. നമ്മളും അങ്ങനെ ആയിരിക്കണം. വിജനപ്രദേശത്ത് ചവിറ്റുകൊട്ടയിൽ ഇടരുത്. അത് ശേഖരിക്കണം. അത് ആവശ്യമുള്ളവർക്ക് നൽകണം. 54-ാമത്തെ ചിന്ത, 12 കൊട്ടയിൽ നിറച്ചെടുത്തു എന്നാണ്. അതായത് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ആവശ്യത്തിന് അതീതമായി നൽകുന്നു. നിങ്ങളുടെ കൊട്ട നിറഞ്ഞിരിക്കുന്നു, അത് കാണാൻ കണ്ണുകൾ തുറക്കണം. ശിഷ്യന്മാർക്കും ഓരോരുത്തർക്കും ഓരോ കൊട്ട ലഭിച്ചു. നമുക്കും ഒരു കൊട്ടയുണ്ട്. നമ്മുടെ കൊട്ടയിലെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണണം. നമ്മുടെ കൊട്ടയിലെ സമൃദ്ധി നാം കണ്ടെത്തണം. അത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുത്തണം. 12 എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ പൂർണ്ണതയുടെ പ്രതീകമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമാണ്. നമ്മുടെ ജീവിതം ദൈവത്തിൽ പൂർണ്ണമാകട്ടെ. അവിടുന്ന് നമ്മളെ പൂർണ്ണരാക്കുകയാണ്. ആ പൂർണ്ണതയിൽ നമുക്കായിരിക്കാം.
ഇതവരെ എഴുത്തുകാരൻ പറയുന്ന ഓരോ കൊട്ടയും ഓരോ ശിഷ്യന്മാർക്ക് നൽകി. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്തവർ അതിൻ്റെ അനുഗ്രഹങ്ങൾ കാണും. സേവനത്തിൽ വിശ്വസ്തരായവർ വെറുതെ ആയിരിക്കില്ല. ദൈവം തൻ്റെ ദാസന്മാരെ മറക്കുകയില്ല. അവൻ പ്രതിഫലം നൽകുന്നവനാണ്. ദ ഗ്യാതറിങ് ഓഫ് ദി ഫ്രാഗ്മെൻറ്റ്സ്, കഷ്ണങ്ങളുടെ ശേഖരണം. ശിഷ്യന്മാർ ശിഷ്ടം ശേഖരിക്കുകയാണ്, ഒന്നും നഷ്ടപ്പെടുത്തിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ അനുഗ്രഹങ്ങളെ പോലും വിലമതിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ആ ചെറിയ കഷ്ണങ്ങളെപ്പോലും കർത്താവ് ശേഖരിക്കുന്ന ഒരവസ്ഥ ശിഷ്യന്മാരോട് പറയുകയാണ്, ശേഖരിക്കുകയാണ്. കർത്താവ് നിർദ്ദേശം നൽകുകയാണ്. കർത്താവ് ജീവിതത്തിൽ നമ്മളൊരു പക്ഷേ ഒരു കഷ്ണം, ചെറിയ കഷ്ണത്തിന് തുല്യമായിരിക്കും നമ്മുടെ ജീവിതം. അതെ, കർത്താവ് അതിനെ ശേഖരിക്കാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്നിരുന്ന് പറയട്ടെ, നമ്മുടെ എത്ര നുറുങ്ങിയ അവസ്ഥകളാണെങ്കിലും, എത്ര കഷ്ണങ്ങൾ പലതായിട്ട് നുറുങ്ങിപ്പോയ ഒരു അപ്പക്കഷ്ണം പോലെ നമ്മുടെ ജീവിതമാണെങ്കിലും, ഇതാ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവ് അത് അവൻ്റെ കൊട്ടയിൽ ശേഖരിക്കും. അവൻ്റെ ശിഷ്യന്മാരതാ ശേഖരിക്കും എന്നതിൻ്റെ അടുക്കൽ വരികയാണ്. അതിന് കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. 56-ാമത്തെ ചിന്ത, പോകാനുള്ള കൽപ്പന, ദ കമാൻഡ് ടു ഗോ. പ്രിയമുള്ളവർ, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ശിഷ്യന്മാർ പടകയറി തനിക്ക് മുമ്പായി ഉടനെ അക്കരയ്ക്ക് പോയിക്കൊള്ളുവാൻ നിർബന്ധിക്കുകയാണ്. ആ 5000 പുരുഷന്മാരും അതിലെടുത്ത സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ശേഷിച്ച കഷ്ണങ്ങൾ 12 കുട്ടികൾ നിറച്ച ശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്, അക്കരയ്ക്ക് പോയിക്കൊള്ളാനായിട്ട് നിർബന്ധിക്കുകയാണ്. ഇതാ ഇവിടെ ഭക്ഷണം വർദ്ധിപ്പിച്ചു, അപ്പം വർദ്ധിപ്പിച്ചു, സമൃദ്ധി നൽകി. ഈ സമൃദ്ധിയുടെ ഈ സുഖസൗകര്യങ്ങൾ വിട്ടുപോകുവാൻ തയ്യാറാവാൻ യേശുക്രിസ്തുവരെ അക്കരയ്ക്ക് വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. അക്കരെ ഇനിയും രോഗികളുണ്ട്, അക്കരെ ഇനി പ്രതിസന്ധികളുണ്ട്, അക്കരെ ഇനി ഭക്ഷണമില്ലാത്തവരുണ്ട്, അക്കരെ ഇനി ആത്മീയത കുറഞ്ഞവരുണ്ട്, അക്കരെ ഇനി പ്രതിസന്ധികളും രോഗികളും പ്രയാസപ്പെടുത്തവരും വേദന അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ അടുത്തേക്ക് ചെല്ലുക. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് അക്കരയ്ക്ക് ചെല്ലാൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ അക്കരയ്ക്ക് പോകാൻ തയ്യാറായെന്ന്, അക്കരയ്ക്ക് പോകാൻ നിർബന്ധിതനാവുക. നീ അക്കരയ്ക്ക് പോവുക, അവിടെ വേദന അനുഭവിക്കുന്നവരുടെ അടുത്തേക്ക് പോവുക. കർത്താവിന് വേണ്ടി കാലതാമസം വരുത്തരുത്, അനുസരിക്കുക. 57-ാമത്തെ ചിന്ത, വിട പറയേണ്ട സമയങ്ങൾ. ജനക്കൂട്ടത്തെ വിട്ട് ആ സമൃദ്ധിയുടെ അപ്പം വർദ്ധിപ്പിച്ച സമൃദ്ധി വിട്ടിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ പറയുമ്പോൾ ജീവിതത്തിൽ പല ബന്ധങ്ങളെയും സാഹചര്യങ്ങളെയും വിട്ടുപോകേണ്ട സമയങ്ങൾ വരും. ദൈവത്തിൻ്റെ പുതിയ പദ്ധതിക്കായി പഴയതിനെ വിട്ടുകൊടുക്കണം. നമ്മളെ ഈ ദേശം വിട്ടിട്ട് അക്കരയ്ക്ക് പോകും. അത് എൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. പിടിച്ചു നിൽക്കുന്ന വളർച്ചയെ തടയുമെന്ന് പറയുകയാണ്. കർത്താവ് ഒരു കാര്യം വിട്ടിട്ട് പോകാൻ പറയുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കരുത്, അത് വളർച്ചയെ തടയും. ദൈവം വിളിക്കുമ്പോൾ മുന്നോട്ട് പോവുക. 2 പ്രധാനപ്പെട്ട ഉപചിന്തകൾ ഇവിടെ കാണാൻ സാധിക്കും. 1, ഈ ലോകം വിട്ട് നമ്മൾ അക്കരയ്ക്ക് പോകണം. 2, നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ വിട്ടിട്ട് മറ്റൊരവസ്ഥയിലേക്ക് മാറുവാനായിട്ട് ദൈവം വിളിക്കുമ്പോൾ അത് അനുസരിക്കുക. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതാണ് 58-ാമത്തെ ചിന്തയും പറയുന്നത്. യാത്രയുടെ ലക്ഷ്യം മറുകരയാണ്. ദി ഗോൾ ഈസ് ദ അതർ സൈഡ്. യാത്രയുടെ ലക്ഷ്യം മറുകരയാണ്. യേശു ഒരു അക്കരയ്ക്ക് പോകാൻ പറയുമ്പോൾ ദൈവം ആരംഭിക്കുന്ന യാത്രകൾക്ക് ലക്ഷ്യമുണ്ട്. പ്രിയമുള്ളവരെ, അക്കരെ നാട്ടിൽ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി നമ്മൾ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. ഓളങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട എന്ന്. ഇതാ കർത്താവ് ഒരു ദിവസം നമ്മളെല്ലാം ഇവിടെ വിട്ടിട്ട് അക്കരയ്ക്ക് പോകും. അവൻ ആ അക്കരയ്ക്ക് പോകുവാൻ ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്നുണ്ടോ? അതുകൊണ്ടാണ് എല്ലാ വിശുദ്ധ കുർബാനക്രമത്തിൻ്റെ പുറകിലും എപ്പോഴും ഓർത്തിരിക്കുന്ന 4 കാര്യങ്ങൾ: മരണം, ന്യായവിധി, സ്വർഗം, നരകം. ഇതാ അക്കരയ്ക്ക് പോകാൻ കർത്താവ് എൻ്റെ സന്നിധിയിലേക്ക് അക്കരയ്ക്ക് പോകുവാനായിട്ട് നാം ജീവിതത്തെ ഒരുക്കാം. നമുക്ക് 59-ാമത്തെ ചിന്ത, ജനക്കൂട്ടത്തിന് ശേഷം ഏകാന്തത അനുഭവിക്കുന്ന ഇഷ്ടപ്പെടുന്ന കർത്താവിനെ കാണുവാൻ സാധിക്കും. 1000ങ്ങളെ ശുശ്രൂഷിച്ചതിന് ശേഷം, അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം യേശു ഏകാന്തത തിരഞ്ഞെടുക്കുകയാണ്. പൊതു ശുശ്രൂഷയ്ക്ക് പിന്നിൽ ഒരു സ്വകാര്യ പ്രാർത്ഥന ആവശ്യമാണ്. മനുഷ്യരുടെ കൈകടികൾ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയില്ല, ദൈവ സാന്നിധ്യമാണ് ശക്തിപ്പെടുത്തുന്നത്. ക്രിസ്ത്യാനികൾ ജനക്കൂട്ടത്തിനിടയിലും ദൈവത്തോടൊപ്പമുള്ള ഏകാന്തത കണ്ടെത്തണം. ഏകാന്തത ആത്മീയ ശക്തിയുടെ ഉറവിടമാണ്. ജീവിതത്തിൽ കർത്താവിനോടൊപ്പം ഏകാന്തത കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങപ്പെടണം. കർത്താവിനോടൊപ്പം ഏകാന്തമായിട്ടിരുന്ന് അവൻ നമ്മുടെ വേദനകളെയും പ്രയാസങ്ങളെയും നമ്മുടെ സ്തോത്രങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണത്. പ്രിയമുള്ളവരെ, 60-ാമത്തെ ചിന്ത സന്ധ്യയിലെ പ്രാർത്ഥന, ഈവനിങ് പ്രെയർ. സന്ധ്യയായപ്പോൾ യേശു തനിച്ചായി, ആരുമില്ലായിരുന്നു. അവിടെ അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം തുടക്കുകയാണ്. ദിവസാവസാനം ദൈവത്തിന് സമർപ്പിക്കുന്ന ആത്മീയ അനുഗ്രഹമാണ്. ദിവസത്തിലെ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും അവൻ്റെ മുമ്പിൽ വയ്ക്കുക. രാത്രിയുടെ സമാധാനം ദൈവസാന്നിധ്യത്തിൽ കണ്ടെത്തുക. ഓരോ ദിവസവും പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുക. സന്ധ്യയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കൂട്ടായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയുണ്ടോ? എപ്രകാരമാണ് സന്ധ്യാപ്രാർത്ഥന നടത്തപ്പെടുന്നത്? നമ്മുടെ ഭവനങ്ങളിലെല്ലാം സന്ധ്യാപ്രാർത്ഥനയുടെ അവസ്ഥയിലൂടെ പോകുന്നുണ്ടോ? രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന വ്യക്തിപരമായ കൂട്ടായ്മയായിരുന്നു. ക്രിസ്തീയത വെറും മതാചാരമല്ല, അത് ജീവനുള്ള ദൈവമായ ബന്ധമാണ്. ആ ബന്ധവും ദിവസവും വളർത്തണം. പ്രാർത്ഥന ബന്ധത്തെ ആഴപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, 61-ാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഒറ്റയ്ക്കായാലും ഒറ്റയല്ല. എലോൺ ബട്ട് നോട്ട് ലോൺലി. ഇതാ കർത്താവ് പിതാവാം ദൈവവുമായിട്ട് ആത്മബന്ധം പുലർത്തിയാണ് തനിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് നിനക്കെന്നെങ്കിൽ, ആരുമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഇതാ കർത്താവുമായിട്ട് ഒരു ബന്ധം പുലർത്തുക. നീ തനിച്ചല്ല, നിൻ്റെ കൂടെ കർത്താവുണ്ട്. നിൻ്റെ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ, തനിച്ചായ നിമിഷങ്ങളിൽ ഇതാ തനിച്ചിരുന്ന കർത്താവിനോട് സംവേദിക്കുക. തനിച്ചായിരിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ തനിച്ചിരിക്കുക. അവൻ നിൻ്റെ കണ്ണുനീരുകളൊപ്പം നിൻ്റെ പ്രയാസങ്ങളെ മാറ്റിത്തരും. നിൻ്റെ ദുഃഖങ്ങൾക്ക് അറുതി വരും. അവൻ നിന്നോട് ചേർന്നിരിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ 61 ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.